have any experience, but it's not a good thing. Everyone has their own personalities or own figure. ജീവിതം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അതങ്ങനെ ഞാൻ അങ്ങനെ കരുതുന്നു. ഒരു തമാശ രീതിയിൽ എടുക്കാൻ പറ്റില്ല. നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല. ആരുടെ പ്രതികരിക്കാം എങ്കിലും അവർ ഇരട്ടി അവർ നമ്മുടെ തിന്നിട്ട് അവർ കാണിക്കുള്ളൂ. ആ ഒരു യങ് ഏജിൽ വി വിൽ നോട്ട് റിയലൈസ്. അത് കഴിഞ്ഞിട്ടാണല്ലോ വി റിയലൈസ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി എ ഗുഡ് തിങ് ടു ടെൽ. പിന്നീട് നമുക്കത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കത് റിയലൈസ് ചെയ്യും, നമ്മളെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റിയലൈസ് ചെയ്യും. ഹായ് ഓൾ, ഞാൻ അഖിൽ. ഇന്ന് V4 വിഷ്വൽസിൻ്റെ വി ആസ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക് ബോഡി ഷേമിംഗ്. അപ്പോൾ ബോഡി ഷേമിങ്ങിനെ പറ്റി ആളുകൾക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. വി ആസ്ക് എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ബോഡി ഷേമിംഗ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഈ ബോഡി ഷേമിങ്ങിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇപ്പോൾ ഓരോരുത്തർക്ക് പേഴ്സണലി ഇതല്ല, മീൻസ് നമ്മളതിൽ ശരിക്കും അഭിപ്രായം പറയാൻ പാടില്ല, നമ്മൾ അതിനെക്കുറിച്ച് പറയാനും പാടില്ല. മീൻസ് നമ്മളെ കളിയാക്കണവർ പലരും എന്തെങ്കിലും എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നമ്മൾ മറ്റുള്ളവരെ കളിയാക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് മനസ്സിലാണ് സൗന്ദര്യം വേണ്ടത്, അല്ലാണ്ട് ആൾക്കാരുടെ പുറം സൗന്ദര്യം നമ്മൾ നോക്കുന്നത്. മനസ്സിലാണ് സൗന്ദര്യം വേണ്ടത്. അപ്പിയറൻസിൻ്റെ ബേസിൽ ഒരാളെയും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ കുറവുകളും കുറ്റങ്ങളില്ലാത്ത ആരും ഈ ലോകത്തില്ല. ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള കുറവുണ്ടാവും, ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കുറവുണ്ടാവും, മാനസികമായിട്ടുള്ള കുറവുണ്ടാവും. എല്ലാവരും ഒരേപോലെ ഒന്നിലൊന്നിൽ കുറവുള്ള ആൾക്കാരുണ്ട്. ഓരോ ആൾക്കാർ അതെങ്ങനെ എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആൾക്കാർ ഒരാളുടെ ഒരു തമാശ മറ്റൊരാളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്നു. വരണമെന്ന് പറഞ്ഞാൽ അവർ ഉണ്ടായിക്കൊണ്ട് വരണമുണ്ട്, ചിലർ ഉണ്ടായിക്കൊണ്ട് വരണമുണ്ടോ, ചിലവരല്ലാതെ വരണമുണ്ട്. കളിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള പ്രവണതയല്ല. ഇത്രയും നാളേക്ക് ഭയങ്കര അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ബോഡി ഷേമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Everyone has their own personalities or own figure. They love their figures. If they're thin or they're fat, it doesn't mean they look good. Some people with chubby also, they look more good than the people who is in zero size, right? ദൈവം പടച്ചവും കൊടുത്തല്ലേ അവരൊക്കെ ഭംഗിയും കാര്യങ്ങളും. അപ്പം നമ്മൾ കളിയാക്കാൻ ചേട്ടൻ അങ്ങനത്തെ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു? ഒരുപാട് കളിയാക്കും. ഞാൻ കമ്പനിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് അങ്ങനെ പറയും, അത് നമ്മൾ മൈൻഡ് ചെയ്യാൻ. ആരിൽ നിന്നാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്? ഫാമിലിയിൽ നിന്നാണോ, അത് നാട്ടുകാരിൽ നിന്നാണോ, സുഹൃത്തുക്കളിൽ നിന്നാണോ? ചില സമയത്ത് നമുക്ക് ഫാമിലിയിൽ നിന്നുണ്ടാവും, ചില സമയത്ത് നമുക്ക് വളരെ ക്ലോസ് ഫ്രണ്ട്സിൽ നിന്നുണ്ടാവും. തമാശക്ക് ഫ്രണ്ട്സൊക്കെ കളിയാക്കും, പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മളത്ര ഇതായിട്ട് എടുക്കാറില്ല. പുറമേ കേൾക്കുന്നവർക്ക് നമ്മളോട് സ്നേഹം കൂടുതലുകൊണ്ട് പറയാമെന്ന് വിചാരിക്കും, പക്ഷേ അതിനപ്പുറം ഇത് ഭയങ്കര മോശമായ ഒരു കാര്യമാണല്ലോ. മെയിനായിട്ട് നമ്മുടെ കുടുംബക്കാരെന്നെ പറയുമല്ലോ, ശരി നിനക്ക് നിൻ്റെ അമ്മയുടെ അത്ര കളർ കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ പറയുന്നതിൽ. ഇപ്പോൾ ഒരാളെ കളിയാക്കുന്നതിന് ഏത് പ്രായക്കാരാണ് ചേട്ടൻ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് പ്രായത്തിൻ്റെ അല്ലത്, സമൂഹത്തിൽ ഇടപഴകി പക്വത കുറവുള്ളവരാണ് മറ്റുള്ളവരെ കുറിച്ച് കളിയാക്കാൻ സാധ്യതയുള്ളൂ. യങ് ഏജിൽ വി വിൽ നോട്ട് റിയലൈസ്. അത് കഴിഞ്ഞിട്ടാണല്ലോ വി റിയലൈസ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി എ ഗുഡ് തിങ് ടു ടെൽ. പിന്നീട് നമുക്കത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്കത് റിയലൈസ് ചെയ്യും, നമ്മളെ അത് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് റിയലൈസ് ചെയ്യും. ഈ സിനിമകളിലും ചില പരിപാടികളിലൊക്കെ നമ്മൾ ഈ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ബോഡി ഷേമിംഗ് നടത്തിക്കൊണ്ടുള്ള തമാശകൾ കണ്ടിട്ടുണ്ടാവും. കാണുമ്പോൾ ചെറിയൊരു പ്രയാസമൊക്കെ കാണും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തി ഇങ്ങനെ നമ്മളിങ്ങനെ കളിയാക്കുമ്പോഴത്തേക്ക് പ്രയാസമാണ്. അത് നമ്മൾ ആ ഒരു തമാശ രീതിയിൽ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇപ്പോൾ സിനിമയിൽ പോയി പ്രതികരിക്കാൻ പറ്റില്ല. ആരുടെ പ്രതികരിക്കാം എങ്കിലും അവർ ഇരട്ടി അവർ നമ്മുടെ തിന്നിട്ട് അവർ കാണിക്കുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അതങ്ങനെ ഞാൻ അങ്ങനെ കരുതുന്നുള്ളൂ. സിനിമ കാണുമ്പോൾ ഒരാളെ കളിയാക്കുക എന്നുള്ളത് സിനിമയെ കൂടെ കാണണം നമ്മൾ, അല്ലാതെ നാച്ചുറലായിട്ട് ഒരാളെ കളിയാക്കുക എന്നുള്ളത് നമ്മൾ ആ രീതിയിൽ കാണണം. അത് മോശമാണ്. അതാണ് എൻ്റെ അഭിപ്രായം. വി ആസ്കിൻ്റെ ഇന്നത്തെ ടോപ്പിക് ബോഡി ഷേമിംഗ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. ബൈ.